സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. സ്പൈ രാജ്യക്കാരെങ്കിലും ഈ വെഹിക്കിൾ പോകുന്ന ആ സമയത്ത് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സമയത്ത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഓബ്ജക്റ്റിനെ കൊണ്ട് ഇതിനെ ഹിറ്റ് ചെയ്ത് ഡാമേജ് വെച്ച് ഇത് തകർത്തതാണോ എന്നുള്ള ഒരു ഇതും ഈ കമ്മിറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പരാജയത്തിലുണ്ടായ അതേ കണക്കുള്ള പരാജയമല്ല, അല്പം മാറ്റമുണ്ട്. ISRO എംപ്ലോയീസും ISROയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച് ഉപജീവനം കഴിക്കുന്ന ആൾക്കാർ ഒരിക്കലും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ഒരു റൂൾസും റെഗുലേഷൻസിനകത്ത് നിന്നായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇസ്രോയ്ക്ക് ഒരു മേധാവി ഉണ്ടാകുകയും ആ മേധാവിക്ക് പാരലായിട്ട് വേറൊരു മേധാവി വരികയും ചെയ്യുമ്പം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും. പക്ഷേ പ്രൈവറ്റൈസേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇസ്രോയുടെ ജീവനക്കാരുടെ മുറയിൽ നമ്മളെപ്പോഴും നോക്കണം. സോംനാഥ് തീർച്ചയായിട്ടും ഒരു ടേം കൂടി ചെയർമാനായിട്ടിരിക്കും എന്ന് നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ മുൻ ഡയറക്ടർ ശ്രീ M. ചന്ദ്രദത്തനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ദത്തൻ സാർ. നമസ്കാരം. ISROയിൽ നിന്ന് ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത, തൂത്തുക്കുടിക്കടുത്ത് പുതിയതായിട്ട് വരുന്ന വിക്ഷേപണ സ്ഥലം സ്വകാര്യ മേഖലയിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നതായിട്ടാണ്. പ്രത്യേകിച്ച് പൊതുമേഖല അപേക്ഷിക്കാൻ പാടില്ല, അത് ഇന്ത്യയിലുള്ള ഒരു സ്വകാര്യ മേഖലയിലുള്ള ഒരു സ്ഥാപനമോ സ്റ്റാർട്ടപ്പോ ആകാം. ശരിക്കും ISROയെ തകർക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണോ ഇത്? അങ്ങനെ പറയാൻ പറ്റില്ല രാജേഷ്. കാരണം ആ വാർത്തയിൽ തന്നെ ഒരു കാര്യമുണ്ട്, ആ സ്ഥാപനവും ആ ഫെസിലിറ്റി മുഴുക്കുകയും ISROയുടെ തന്നെ ആയിരിക്കും. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസാണ് അവർക്ക് കൊടുക്കുന്നത്. നടത്തിച്ചു കൊണ്ടുപോവുക, അറ്റകുറ്റപ്പണികൾ ചെയ്യുക, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, അതാണ് അതിലെ വാർത്തയിൽ പറയുന്നത്. അല്ലാണ്ട് ആ ലോഞ്ചറും ലോഞ്ച് ഫെസിലിറ്റിയും പൂർണ്ണമായിട്ടും ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പം ഏകദേശം 40 വർഷത്തിന് മുമ്പേ നമ്മളിത് ചെയ്തിട്ടുണ്ട്. പല എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് മഹേന്ദ്രഗിരി യൂണിറ്റിൽ ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടാക്കി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ലിൻഡെ എന്ന് പറഞ്ഞ ഒരു ലോകപ്രസിദ്ധരായിട്ടുള്ള ക്രയോജനിക് ലിക്വിഡ്സുകൾ പ്രോസസ്സ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിക്ക് നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട് വർഷങ്ങളോളം. പക്ഷേ ഈ രീതിയിലൊരു പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തോടുള്ള അത് ഓരോ രീതിയിൽ, ഇത് വേറെയും പറഞ്ഞുതരാം എക്സാമ്പിൾ. മഹേന്ദ്രഗിരിയിലെ പ്ലാന്റ് നന്നായിട്ട് എത്രയോ കാലമായിട്ട് അവരാണ് റൺ ചെയ്യുന്നത്. അതിനൊരു കോൺട്രാക്റ്റ് ഉണ്ട്, അവരെന്തൊക്കെ ചെയ്യണം. പക്ഷേ അത് നമ്മുടെ ക്യാമ്പസിലാണ്, നമ്മുടെ ഫെസിലിറ്റിയാണ്. ദേ ആർ റണ്ണിങ് ഇറ്റ്, ഓപ്പറേറ്റിംഗ് ഇറ്റ്, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പ്രോഡക്റ്റ് തന്നിട്ടിരിക്കുന്നത്. റണ്ണിങ് ഇറ്റ്, ഓപ്പറേറ്റിംഗ് ഇറ്റ് എന്ന് പറയുമ്പോൾ തന്നെ പ്രവർത്തന സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുകയല്ലേ? ഇല്ല, പ്രവർത്തന സ്വാതന്ത്ര്യം നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം. അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ശ്രീഹരിക്കോട്ടയിൽ ഇരുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ബൂസ്റ്റർ പ്ലാന്റ് ഉണ്ടാക്കി അവിടെ, സോളിഡ് പ്രൊപ്പലൻ്റ് പ്ലാന്റ്. ആ പ്ലാന്റ് ഉണ്ടാക്കിയ സമയത്ത് ഏകദേശം നമുക്ക് 400ഓളം എംപ്ലോയീസിനെ പുതുതായിട്ട് വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വന്നപ്പോൾ ഒരു ചോദ്യം വന്നു, ഇത് L&T, ഗോദ്രേജ്, സ്പിക്ക് മുതലായിട്ടുള്ള ഏജൻസികൾക്ക് കൊടുത്തുകൂടെയെന്ന് സ്ഥാപനം വന്നു. മാവുന്നാർ സാറിൻ്റെ സമയത്തായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്കഷൻ രണ്ട് രീതിയിൽ നടന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നത് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് നമ്മൾ തന്നെ നടത്തിക്കും. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എവിടെ നീ 400-450 മാൻ പവർ നമുക്ക് എങ്ങനെ കിട്ടും? അതിനുള്ള പ്രൊവിഷൻ ഗവൺമെൻറ്റിനില്ലേ? മാൻ പവർ അത്രയും കൂടുതൽ കൂട്ടാൻ പാടില്ല എന്നുള്ളത് ഒരു പോളിസിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനൊരു പ്രപ്പോസൽ വെച്ചു, ഈ പ്ലാന്റ് നമ്മുടെ കസ്റ്റഡിയിലായിരിക്കും, പക്ഷേ തന്ത്രപ്രധാനമല്ലാത്ത ഓപ്പറേഷൻസ് മുഴുക്കുകയും ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കും. അവർ ഈ അതിന് തക്കതായ ആവശ്യമുള്ള മാൻ പവറിനെ ഡിപ്ലോയ് ചെയ്ത് നമ്മുടെ കീഴിൽ, നമ്മുടെ സൂപ്പർവിഷൻ്റെ കീഴിൽ അവരത് റൺ ചെയ്യും. ഏകദേശം 15 വർഷത്തിലധികമായിട്ട്, 2010 തൊട്ട് 16-17 വർഷമായിട്ട് അതിപ്പോൾ നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ISRO ഇപ്പോൾ ലോക ബഹിരാകാശ ഗവേഷണ രംഗം എടുത്തു കഴിഞ്ഞാൽ വളരെ മുന്നിൽ നിൽക്കുകയാണ്.
അങ്ങനെ ഒരു നമ്മൾ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് സ്വകാര്യ പങ്കാളിത്തം അല്ലെ ടെക്നോളജി ട്രാൻസ്ഫർ സ്വകാര്യ മേഖലയ്ക്ക് പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരിടത്തൊരു നിശ്ചലാവസ്ഥയിലെത്തി അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ മാർഗ്ഗമില്ല. പക്ഷേ ISROയുടെ കാര്യം എടുത്താൽ ISRO ചാമ്പ്യനാണ്. അങ്ങനെയുള്ള ISROയുടെ ഫെസിലിറ്റി ഈ സ്വകാര്യ മേഖലയ്ക്ക് ഇങ്ങനെ വെച്ച് തീറെഴുതുന്നു എന്നുള്ളൊരു വലിയ വിമർശനം ഇപ്പോൾ രാജ്യമെമ്പാടും ഉണ്ട്. അങ്ങനെ ഒരു വിമർശനം മീഡിയയിലെല്ലാം വരുന്നുണ്ട്. പക്ഷേ അതിൽ ഇപ്പോഴല്ല, തുടക്കം തൊട്ട്, അതായത് 70കളിൽ പോലും നമ്മൾ സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ചിട്ടുണ്ട് ടു സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഉദാഹരണത്തിന് ഈ മോട്ടോർ കേസെല്ലാം ഫാബ്രിക്കേഷൻ, വലിയ ചേംബറും ഫാബ്രിക്കേഷനും കാര്യങ്ങളും എല്ലാം നമുക്കുള്ള അതിൻ്റെ ഫെസിലിറ്റി ഇല്ലാത്തതിന് L&T, ഗോദ്രേജ്, വാൽചന്ദ്നഗർ ഇൻഡസ്ട്രീസ് അങ്ങനെയുള്ള പല പല കമ്പനികൾ വഴിയാണിത് നേടുന്നത്. HAL പല കമ്പനികൾ വഴി നേടി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇലക്ട്രോണിക്സ് പാക്കേജസിൻ്റെ ഇൻ്റഗ്രേഷൻ, അസംബ്ലി, ടെസ്റ്റിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്രയോ എഞ്ചിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം പ്രൈവറ്റ് ഏജൻസിയാണ്. പക്ഷേ അതിലൊക്കെ ഉള്ള ഒരു വ്യത്യാസമെന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ടല്ല കൊടുക്കുന്നത്, പാർട്ട് ബൈ പാർട്ട്, ഭാഗികമായിട്ട് വർക്ക് കൊടുക്കുകയും ആ വർക്കിനെ നമ്മുടെ എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിക്കുകയും ചെയ്യും. ആ ഒരു കാലാകാലങ്ങളായിട്ട് അത്തരം പ്രവൃത്തികൾ നേരത്തെ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തേത് അതല്ലല്ലോ. ഇപ്പോൾ ഈ സൂപ്പർവിഷനും എല്ലാം പോയി നേരിട്ട് സ്റ്റാർട്ടപ്പുകളിലേക്ക്. ഇപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിക്രം 1 എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ വിക്ഷേപണം വിജയിച്ച് നമ്മുടെ ലോഞ്ചിങ് പാഡ് ഉപയോഗിച്ച് നമ്മുടെ ഫെസിലിറ്റി ഉപയോഗിച്ച് അവർ നേടുന്നു. അത് ശരിയായ ഒരു പ്രക്രിയയാണോ? അത് വളരെ പറയുന്നത് വളരെ സത്യമാണെങ്കിലും ഗവൺമെൻറ് ഓരോ സമയത്തും വരുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ചിട്ട് നയങ്ങൾ മാറും. ഇത് ഇപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന ആ ഒരു നയം നാസ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം നാസ തന്നെ ചെയ്തുകൊണ്ടിരുന്നതിന്, പക്ഷേ നാസയിലും അമേരിക്കയിലും യൂറോപ്യൻ ഏജൻസിയിലൊക്കെ വളരെ മുമ്പേ തന്നെ കൂടുതൽ പ്രൈവറ്റ് ഏജൻസികളുടെ റോളുണ്ടായിരുന്നു. നമുക്കിവിടെ ഉള്ളതിനേക്കാളേറെ റോളുണ്ടായിരുന്നു. അപ്പോൾ ആ നാസ ചെയ്തതുപോലെ തന്നെ നമുക്ക് സർക്കാരിന് സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ള പരിമിതികളുണ്ടാകുന്ന സമയത്ത് പ്രൈവറ്റ് ഏജൻസി ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ ബഡ്ജറ്റ് അവരിൽ നിന്ന് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഈ സ്പേസ് എക്സ് ഒക്കെ ഫാം ചെയ്തിട്ടുള്ളത്. അല്ല, അവിടുത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. അമേരിക്കയിലെ നാസയുടെയും സ്പേസ് എക്സിൻ്റെയൊക്കെ ഇന്ത്യയുടെ സാഹചര്യം അവിടെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ, നമുക്കും അതുപോലെ ചെയ്തുകൂടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഗവൺമെൻറ്റിന് നോക്കിക്കാണും. കാരണം ഇനിയുള്ള നമ്മുടെ ISROയുടെ ഇനി വരുന്ന ഗഗൻയാൻ പോലെയുള്ള പദ്ധതികളിൽ വരുമ്പം ബഡ്ജറ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് സ്വകാര്യ പങ്കാളിത്തം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാലേ ഈ സ്കീമുകളും നമ്മുടെ ഈ വളർച്ചയും ഡെവലപ്മെൻറ്റ്സും പുരോഗമനങ്ങളും കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഒരു പോളിസി ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് തോന്നിക്കാണും. ISRO തന്നെ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ ഈ മേഖലയിൽ മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള ഇടപാടുകളിലും ISRO തന്നെ റവന്യൂ ഉണ്ടാക്കി ISRO ഒരു മുൻനിര ഏജൻസിയായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ടെലികോം മേഖല എടുത്തു കഴിഞ്ഞാൽ ടെലികോം മേഖലയിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ സ്വകാര്യവൽക്കരണം വന്നപ്പം വളരെ ഈ റേറ്റ് കുറയുകയും വലിയൊരു അഡ്വാൻറ്റേജ് അതിലുണ്ടായി. പക്ഷേ ആ ഒരു സാഹചര്യം ISROയിലില്ല. ISRO ഒരു ചാമ്പ്യൻ, ആയിരക്കണക്കിന് ജീവനക്കാർ, സയൻറ്റിസ്റ്റുകൾ അവിടെ പണിയെടുക്കുന്നു. അത് വളരെ വലിയ വിജയങ്ങളിലേക്ക് പോകുന്നു. ആ ISROയുടെ ആത്മവിശ്വാസം തളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് രാജേഷ് അതിലുള്ളത്. ഒന്ന്, ISROയുടെ മാൻ പവർ ഏകദേശം 16,000-17,000 മാൻ പവറുണ്ട്. കൂടെ ഏകദേശം അതിൻ്റെ പകുതിയിലധികം കോൺട്രാക്റ്റ് ജീവനക്കാരും ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാൻ പവർ നമ്മൾ കൂട്ടും തോറും ഈ ചെറിയ വർക്കുകൾ, പുതുതായിട്ട് വരുന്ന വർക്കുകൾക്ക് മാനവശേഷി വർദ്ധിപ്പിക്കുമ്പം അത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബാധ്യതയാകും. ശമ്പളം കൊടുക്കുക, അവരുടെ കാര്യങ്ങളും, ശമ്പളം മാത്രമല്ല മാൻ പവർ എന്ന് പറയുമ്പോൾ അവരുടെ ബാക്കിയുള്ള ബെനിഫിറ്റ്സുകളെല്ലാം അതുപോലെ പോകും. അതുകൊണ്ടാണ് ഈ കോൺട്രാക്ട് മാൻ പവറിലേക്ക് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ISRO റവന്യൂ ഉണ്ടാക്കി കമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ ചെയ്ത് മറ്റ് പല രാജ്യങ്ങളും ചെയ്യുന്നേക്കാളേറെ വളരെ കുറഞ്ഞ ചിലവിൽ സാറ്റലൈറ്റ്സ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ നമുക്ക് ഇൻകം കിട്ടും, വരവുണ്ട്. പക്ഷേ ആ റവന്യൂ രാജേഷ് പറഞ്ഞത് ശരിയാണെങ്കിലും നമ്മുടെ ആകെ ചിലവ് വെച്ച് നോക്കിക്കഴിയുമ്പം ആ റവന്യൂ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിളായിട്ടല്ല പോകുന്നത്. ഇപ്പോഴും നല്ല എമൗണ്ട് ഈ ഓർഗനൈസേഷൻ്റെ എല്ലാ ഫെസിലിറ്റികളും
മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ജീവനക്കാർക്ക് എല്ലാവർക്കും ശമ്പളം കൊടുക്കാനും അവരുടെ ബാക്കിയുള്ള ബാധ്യതകളെല്ലാം നിറവേറ്റാനുമായിട്ട് നല്ല ഒരു എമൗണ്ട് ഗവൺമെൻറ്റിന് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പം ഫർദർ മാൻ പവർ വർദ്ധിപ്പിക്കാണ്ട് കൂടുതൽ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സംരംഭം, ഒരു മനോഗതിയായിരിക്കും ഗവൺമെൻറ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ISR ഒരിക്കലും ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബോഡിയല്ല. ഇത് വെറും പണ്ട് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സൈക്കിളിൽ വെച്ച് റോക്കറ്റും കൊണ്ടുപോയ അതിൽ നിന്ന് വളരെ താണ നിലയിൽ നിന്നാണ് വിക്രം സാരാഭായി കണ്ട സ്വപ്നം ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയ കാലാന്തരത്തിൽ. അതിൽ എത്രയോ പേരുടെ അർപ്പണ ആത്മാർത്ഥത എല്ലാം ചേർന്ന പ്രവർത്തനമുണ്ട്. ആ ഒരു ഏജൻസി ഇന്ത്യയുടെ ഒരു ഒരു കോഹിന്നൂർ രത്നം എന്ന് പറയാവുന്ന ഏജൻസി ഇപ്പം സ്റ്റാർട്ടപ്പുകൾ, ഇത്തരം സ്റ്റാർട്ടപ്പുകൾ വരണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവരുടെ കൺട്രോളിലേക്ക് അവർക്കൊരു മേൽക്കൈ വരുന്ന രീതിയിലേക്ക് വരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 2 പരാജയങ്ങൾ, കഴിഞ്ഞ വർഷം മെയ്യിലും ഈ വർഷം ജനുവരിയിലും ഉണ്ടായ പരാജയങ്ങൾ, അതൊരു അട്ടിമറിയല്ലേ? ISROയുടെ ഒരു പ്രതിച്ഛായയെ തകർക്കാനും സ്വകാര്യ പങ്കാളിത്തം കൂടുതൽ ആവശ്യപ്പെടുത്താനും വേണ്ടിയുള്ളൊരു ബോധപൂർവമായ ശ്രമമല്ലേ എന്ന് സംശയിക്കുന്നവരോട് എന്ത് പറയും? അത് അട്ടിമറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് യാതൊരു തെളിവും ഇല്ലാണ്ട് അങ്ങനെ ഒരു ഊഹാപോഹം പറയാൻ പറ്റില്ല. പക്ഷേ രാജേഷ് ചോദിച്ചാലുള്ള ഒരു കാര്യം, നമ്മൾ 65-70കളിൽ തുടങ്ങിയ കാലഘട്ടമല്ല ഇന്ന്. ടെക്നോളജി അത്രയും കൂടുതൽ വികസിച്ചിരുന്നു. നമ്മൾ ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ സമയത്ത് ഈ ടെക്നോളജി ഒന്നും ഷെയർ ചെയ്യാനോ ഈ രാജ്യങ്ങൾ തന്നെ റഷ്യയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഷെയർ ചെയ്യില്ലായിരുന്നു. അതായിരുന്നൊരു കാലഘട്ടം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ടെക്നോളജി ഓപ്പൺ, നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നോളജി എല്ലാം ഓപ്പണാണ്. അപ്പം ISROയ്ക്ക് മാത്രമല്ല, പ്രൈവറ്റായിട്ടുള്ള ടാലൻറ്റഡായിട്ടുള്ള പല ഏജൻസികൾക്കും ആ സാങ്കേതിക വിദ്യയിൽ കൈവയ്ക്കാനും അതിൻ്റെ ട്രയൽ ചെയ്യാനും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. ലോകത്തെമ്പാടും പ്രൈവറ്റ് ഏജൻസി സാറ്റലൈറ്റ് ഉണ്ടാക്കുകയും ലോഞ്ച് വെഹിക്കിൾ ഉണ്ടാക്കുകയും ലോഞ്ചിങ് ഫെസിലിറ്റി ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ രാജ്യം മാത്രം അങ്ങനെ നമ്മളത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഇത് ചെയ്യാവൂ, മറ്റുള്ളവരാരും ഇതിൽ ഇടപെടാൻ പാടില്ല എന്ന് ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സ്ഥിതി എടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് പോളിസി മേക്കിംഗ് അതോറിറ്റി എന്നുള്ള രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതിപ്പോൾ അട്ടിമറിയെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ലെങ്കിലും ഇതിലൊരു സംശയത്തിൻ്റെ നിഴൽ വീണിട്ടുണ്ട്. കാരണം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലൊക്കെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വന്നു. കേന്ദ്ര സർക്കാർ അന്വേഷണ സമിതിയെ വെച്ചു. അന്നേരം എല്ലാം വളരെ ഡൗട്ട്ഫുള്ളാണ് പല കാര്യങ്ങളും. ഇതൊരു ബോധപൂർവമായ പരാജയമാണോ? അതായത് ഇതിലൊരു സാങ്കേതിക വിദ്യയിൽ പിഴവെന്ന് പറഞ്ഞ് കൈകഴുകാവുന്നതിന് പകരം ഇതിൽ ഏതോ ചില ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ലേ എന്ന് ന്യായമായും സംശയിച്ചുകൂടെ? അല്ല, അതിന് നമുക്ക് ഇപ്പോൾ അജിത് ഡോവൽ വന്നു കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സംശയത്തിനുള്ള പ്രൂഫുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള, അത് റൂൾ ഔട്ട് ചെയ്തു. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നുള്ള ഇല്ല. പിന്നെ നമുക്ക് ഈ നടന്ന ഫെയിലുവർ രണ്ടും ഏകദേശം ഒരുപോലെയുള്ള മൂന്നാമത്തെ സ്റ്റേജ് സോളിഡ് ഇന്ധനം കൊണ്ടുണ്ടാക്കിയ ഒരു റോക്കറ്റ് സ്റ്റേജ്, അതിൻ്റെ അവസാന സമയത്തേക്ക് അതിൻ്റെ നോസിലിൻ്റെ പോർഷനിലുണ്ടാകുന്ന ഡിഫക്റ്റാണ്. അപ്പോൾ ആ കമ്മിറ്റി ഡിസ്കസ് ചെയ്തപ്പോഴും അവരൊരു പാരാമീറ്റർ അതിൽ വച്ചിട്ടുണ്ട്. അതായത് ഇതൊരു സബട്ടേജ് ആകുമോ, ഏതെങ്കിലും സ്പൈ രാജ്യക്കാരെങ്കിലും ഈ വെഹിക്കിൾ പോകുന്ന ആ സമയത്ത് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സമയത്ത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഓബ്ജക്റ്റിനെ കൊണ്ട് ഇതിനെ ഹിറ്റ് ചെയ്ത് ഡാമേജ് വെച്ച് ഇത് തകർത്തതാണോ എന്നുള്ള ഒരു ഇതും ഈ കമ്മിറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ സംശയം അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു വേറൊരു ഏജൻസിയുടെ ഭാഗമായിട്ടോ ആകാം. അതായത് നമ്മുടെ ഏതെങ്കിലും ശത്രു രാജ്യങ്ങളായിട്ടോ നമ്മുടെ വളർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ അസൂയുള്ളവരോ അങ്ങനെ വളർന്നു പോകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സബോട്ടേജ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് വെച്ചിട്ട് ഇതിനെ ഒന്ന് അറ്റാക്ക് ചെയ്തതാണോ, നിർവീര്യമാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ള ഒരു പോയിൻറ്റും ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ കൺക്ലൂഷനിലെത്തിയില്ല. ഇല്ല, അതിനൊന്നും നമുക്ക് അപ്പോൾ അങ്ങനെയാണെന്നെങ്കിൽ ഇപ്പം നമ്മൾ പറയാണ് ഇതിൽ ഈ റോക്കറ്റിനൊന്നും ഒരു കുഴപ്പമില്ല, ഇത് വേറെ ഏതോ ഏജൻസി എന്തോ ഒരു സാധനം ഇവിടെ ഹിറ്റ് ചെയ്യിച്ച് ഇതിനെ നശിപ്പിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റിക്ക് ചെയ്യാനൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും ഒന്നും ചെയ്യാണ്ട് മിണ്ടാണ്ടിരിക്കാം. അതിന് തെളിവില്ല. അതിന് വ്യക്തമായ ഒരു തെളിവില്ലാണ്ടിരിക്കുകയും നമ്മുടെ ആ സിസ്റ്റത്തിന് നോസലിൻ്റെ പോർഷനിൽ ഒരു ഡാമേജ് വന്നിട്ടുണ്ടെന്നുള്ളതിന് ക്യാമറയും കാര്യങ്ങളും മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും കൊണ്ട് ഡാമേജ് വന്നിട്ടുണ്ട്.
ആ ഡാമേജ് വരികയും അവിടെ ഒരു ലീക്ക് വരികയും അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് വരികയും ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം ഫർദർ നിലച്ചത്. ഇതിന് തെളിവുണ്ട്. അപ്പോൾ ആ തെളിവുകൾ വെച്ചിട്ട് അത് എന്തുകൊണ്ടാകാം, അത് ബോധപൂർവമാണോ, അത് എന്തുകൊണ്ടാകാം എന്തെല്ലാം പാരാമീറ്റേഴ്സ്, അതായത് ഈ സിസ്റ്റത്തിൻ്റെ, ഈ മോട്ടറിൻ്റെ അല്ലെങ്കിൽ ഈ സ്റ്റേജിൻ്റെ ഏതെങ്കിലും കമ്പോണൻറ്റിന് എന്തെങ്കിലും ക്വാളിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടോ, ഇൻസുലേഷൻ ആഡിക്കേറ്റ് അല്ലാണ്ട് ഏറ്റവും ടെമ്പറേച്ചർ കൂടി അവസാന സമയമാകുമ്പം ഈ ഫ്ലെയിം കണ്ടിന്യൂസ് ആയിട്ട് വെളിയിലോട്ട് നിർഗമിക്കുമ്പം ആ പോർഷൻസ് അങ്ങ് റെഡ് ഹോട്ടാവും. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഉയർന്ന താപനില സഹിക്കാൻ ത്രാണിയില്ലാണ്ട് അതിലുള്ള ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഫെയിലായി കാണുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിശദമായിട്ട് കമ്മിറ്റി അനലൈസ് ചെയ്തിട്ടാണ് അവർ ഏതോ കാര്യങ്ങൾ പിൻ പോയിൻ്റ് ചെയ്ത് അതിനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പോർഷൻസ് കഴിഞ്ഞു. പക്ഷേ ഈ പരാജയത്തെക്കുറിച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന വിമർശനം കഴിഞ്ഞ വർഷം മെയ്യിൽ സംഭവിച്ച പരാജയത്തിനെ തുടർന്ന് ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ ഈ ജനുവരിയിൽ അത് കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് വീണ്ടും പരാജയം ആവർത്തിച്ചതെന്നാണ്. അല്ല, അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പരാജയത്തിൻ്റെ കാരണം ചൂണ്ടിക്കാറ്റിയ അനുസരിച്ചിട്ട് അതിനുള്ള പ്രതിവിധി എന്നുള്ള നിലയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കി ആ സിസ്റ്റം ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്ത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റിലേക്ക് പോയത്. അവിടെയും തകരാറ് വന്നിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അവിടെയും തകരാറ് വന്നു കഴിഞ്ഞപ്പം എക്സാക്ട്ലി ഒന്നാമത്തെ പരാജയത്തിലുണ്ടായ അതേ കണക്കുള്ള പരാജയമല്ല, അല്പം മാറ്റമുണ്ട്. കുറച്ച് മാറ്റത്തിലാണത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വന്നപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വന്നപ്പോൾ ഒരു കോംപ്ലക്സ് സിറ്റുവേഷനായി. ഒരു സാധാരണഗതിയിൽ നമുക്കൊരു പരാജയം വന്നു കഴിഞ്ഞാൽ 4 മാസം 5 മാസത്തിനകം തന്നെ അത് മനസ്സിലാക്കുക, അതിനുള്ള വിശദമായിട്ട് അനലൈസ് ചെയ്യുക, അതിനൊരു പരിഹാരം ഉണ്ടാക്കുക, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക, നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ പരാജയങ്ങൾ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പരാജയവും കൂടി ആയിക്കഴിഞ്ഞപ്പം ഇതൊരു കോംപ്ലക്സ് സിറ്റുവേഷനിലേക്ക് നമ്മൾ ലീഡ് ചെയ്തു. അതാണ് ഈ ഡിലേ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ച് ചന്ദ്രയാൻ്റെയൊക്കെ വിജയത്തെ തുടർന്ന് വലിയൊരു ഗ്ലാമർ ഒരു ഏജൻസി എന്നുള്ള പരിവേഷം ISROയ്ക്ക് വന്നതിൽ അതൃപ്തരായിട്ടുള്ള ആഭ്യന്തര ശക്തികളിൽ ചിലതോ ബാഹ്യ ശക്തികളുടെയൊക്കെ ഇടപെടിയിൽ ഈ പരാജയത്തിലുണ്ടെന്നുള്ള വിമർശനം വരുന്നുണ്ട്. അത് വരും. രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രാജേഷ് പറഞ്ഞത്. ഒന്ന് ആഭ്യന്തര ശക്തികൾ, അത് ഞാൻ സമ്മതിക്കില്ല. കാരണം ISROയ്ക്ക് അകത്ത് ഉള്ള ആൾക്കാർ, ISRO എംപ്ലോയീസും ISROയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച് ഉപജീവനം കഴിക്കുന്ന ആൾക്കാർ ഒരിക്കലും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം അത്ര കമ്മിറ്റഡാണ് ഇതിൽ ഈ ISROയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. ഒരു വ്യക്തി പോലും അങ്ങനെ ഒരു സബോട്ടേജോ അല്ലെങ്കിൽ ഇത് നശിച്ചു പോകണം, ISROയുടെ പ്രോഗ്രാംസ് പരാജയപ്പെടണം, നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഉണ്ടെന്ന് എൻ്റെ അനുഭവത്തിൽ 43 വർഷത്തിനകം ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. ബട്ട് എക്സ്റ്റേണൽ ഏജൻസീസിന് ഏതിനെങ്കിലും നമ്മുടെ ISROയുടെ പുരോഗതിയിൽ വീർപ്പ് മുട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അസൂയാലുക്കളായിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സംശയിക്കാം, എപ്പോഴും സംശയിക്കണം. പക്ഷേ സാറ് പറഞ്ഞ ഈ വാദത്തോട് 100% ഞാൻ യോജിക്കുകയാണ്. കാരണം ISROയിൽ ജോലി ചെയ്യുന്നവരാരും ആ സ്ഥാപനം തകരണമെന്ന് ആഗ്രഹിക്കില്ല. പക്ഷേ ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ ഇതിലേക്ക് വരണം, അതിലൂടെ ഒരു വലിയ കച്ചവട ലാഭം പ്രതീക്ഷിക്കുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ലോബി, മലയാളികളല്ലാത്തൊരു ലോബി ISROയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിമർശനം ഓരോ ദിവസവും ശക്തിപ്പെടുകയാണ്. എനിക്ക് അങ്ങനെ ഒരു ലോബി ഉള്ളതായിട്ടുള്ള ഒരറിവും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് സ്റ്റാർട്ടപ്പുകാർക്ക് വളർച്ച ഉണ്ടായി വലുതായി സാമ്പത്തികമായിട്ട് നേട്ടവും ബിസിനസ്സും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ISRO പോലൊരു സ്ഥാപനം നിലനിന്നാലേ പറ്റൂ. ISRO നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണലായിട്ട് പ്രൈവറ്റൈസേഷൻ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് വേറെ അവർക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റില്ല. ഇപ്പോൾ സ്കൈ റൂട്ട് എന്നൊരു കമ്പനിയോ മറ്റു വേറെ ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് കമ്പനികളൊക്കെയും വളരുന്നത് മുഴുക്കെ ഈ ISROയുടെ തണലിലാണോ ISROയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണോ? അല്ല, തണലിലെന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് വളരാനായിട്ടുള്ള സൗകര്യവും സാഹചര്യവും സപ്പോർട്ടും കൊടുത്താലേ അവർക്ക് വളരാൻ പറ്റൂ. അതാണ് ആ കൊടുക്കുന്നതിലൂടെ ഒരു ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാർ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ആക്ഷേപിച്ചാൽ അവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജേഷ് ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് ഇവിടുന്ന്
സർവീസിൽ നിന്ന് വിരമിച്ച എക്സ്പെർട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് അവരെടുക്കുന്നുണ്ട്. അല്ല, വിരമിച്ച ആൾക്കാരെ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു ജോലി പോകുന്നതിന് തെറ്റില്ല. പക്ഷേ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ISROയിൽ നിന്നും 120 സയൻറ്റിസ്റ്റുകൾ രാജിവെച്ച് പോയി. പക്ഷേ അവർ പലരും ഇപ്പം തന്നെ ഈ സാറ് ഇപ്പോൾ പറഞ്ഞ വിജയകരമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളും ISRO പ്രവർത്തിച്ചിരുന്ന ആളാണ് കുറച്ച് കാലം. കുറച്ച് കാലം അല്ല, അത് ഇപ്പോൾ ISROയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എൻ്റർപ്രീനേഴ്സായിട്ട് ബുദ്ധിയുള്ള എൻ്റർപ്രീനർഷിപ്പിലേക്ക് പോകാനായിട്ട് മാനസികമായിട്ട് പ്രിപ്പയർഡായിട്ടുള്ള ആൾക്കാർ ISRO ഗവൺമെൻറ് തന്നെ അന്ന് ഈവൻ ഞാൻ പറയാം 20-25 വർഷത്തിന് മുമ്പേ ആ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, ലീവ് എടുത്ത് പോകാൻ കൊടുത്തിട്ടുണ്ട്. അതായത് മിടുക്കരായിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ ഡിവൈസോ സിസ്റ്റമോ ഒരു കമ്പോണൻറ്റോ ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 5 വർഷം ലീവ് കൊടുത്തിട്ടും അവരെ എൻറേജ് ചെയ്തിട്ടുണ്ട്. പണ്ടുമുണ്ട് അങ്ങനെ പോയിട്ട് വളരെ കുറച്ച് ആൾക്കാരെ പോയിട്ടുണ്ട്. പലരും പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ISRO തന്നെ വരികയും ചെയ്തിട്ടുണ്ടെന്ന് പോയിട്ട്. അപ്പോൾ ആ സിസ്റ്റം നമുക്കൊന്നുമില്ല, ആ സിസ്റ്റം ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റെസ്ട്രിക്ഷനുണ്ട്. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെൻറ് സർവൻസും നമ്മൾ പറയുന്ന ഒരു ഡെഫിനിഷനാണ്, വി ആർ ഇൻ എ കണ്ടെയ്നർ. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എ കണ്ടെയ്നർ ബൗണ്ട് വിത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മളെല്ലാവരും ഒരു റൂൾസും റെഗുലേഷൻസിനകത്ത് നിന്നായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരു പ്രൊക്യൂർമെൻറ്റ് ചെയ്യുന്നാലും പർച്ചേസ് ചെയ്യുന്നാലും ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാത്തിനും ഗവൺമെൻറ് റൂൾസും റെഗുലേഷൻസും അനുസരിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഒരു പ്രൈവറ്റ് എൻ്റർപ്രീനർക്കാവുമ്പം അതിൻ്റെ ആവശ്യമില്ല. ISROയിലെ സയൻറ്റിസ്റ്റുകൾ ശരിക്കും വീർപ്പ് മുട്ടുകയാണോ? അങ്ങനെയല്ല, വീർപ്പ് മുട്ടുകയെന്നില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ശമ്പളമോ ആകർഷകമായിട്ടുള്ള സേവന വേതന വ്യവസ്ഥകളോ ഉണ്ടോ? നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. പണ്ട് 20 വർഷം മുമ്പ് ആണെന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളെ വെച്ച് നോക്കിക്കഴിയുമ്പം ISROയുടെ ശമ്പളം ഒന്നുമല്ലായിരുന്നു. ഇവിടെ മറ്റേ സോഫ്റ്റ്വെയർ ബൂം വന്ന സമയം വിപ്രോയും സത്യവും ഇൻഫോസിസ് അങ്ങനെയുള്ള കോഗ്നിസൻസൊക്കെ വന്ന സമയത്ത് ദേ ആർ പേയിങ് മച്ച് ഹയർ ദാൻ ദാറ്റ്. ആ കാലഘട്ടം അല്ല ഇപ്പം. അത് കഴിഞ്ഞ് മാവുന്നേർ സാറിൻ്റെ കാലഘട്ടം വന്ന സമയത്ത് ഈ പേ കമ്മീഷൻ വന്ന സമയത്ത് നല്ല പാക്കേജാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ശമ്പളം കുറവാണെന്നുള്ള ഒരു കംപ്ലയിൻറ്റ് ആർക്കുമില്ല. പക്ഷേ ഈ 120 പേര് പോകുമ്പം അവർ ISROയിൽ നിന്ന് ആർജിച്ച നോഹൗ അത് മറ്റുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആവില്ല. അത് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സ്ഥാപനത്തിൽ, ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളിനെ റിക്രൂട്ട് ചെയ്യുമ്പം ആയുഷ്കാലം നിങ്ങളിവിടെ വർക്ക് ചെയ്യണമെന്ന് പറയുന്നത് ഒരു ന്യായമല്ല. പക്ഷേ ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെ ഒരു വിലക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് വന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ വ്യക്തിക്കും അവരുടേതായ ഈ 150 പേര് പോയെന്ന് പറഞ്ഞവരാരും പ്രൈവറ്റ് റോക്കറ്റ് ഉണ്ടാക്കാനായിട്ടല്ല പോയിട്ടുള്ളത്. പോയിട്ടുണ്ട്, മേ ബി അതിലും കാണും. പക്ഷേ ചിലരൊക്കെ അന്യദേശങ്ങളിലും ഇപ്പം നമ്മൾ IIT പഠിച്ച ആൾക്കാരിൽ ഏകദേശം 50% ആൾക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നില്ലേ? അല്ല, ഈ 120 പേര് പോയതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി പറഞ്ഞത് മെനിഹാവ് ആൾക്കാർ പോവും, അത്ര ലാഘവത്തോടെ കാണാൻ ആൾക്കാർ. അത് അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി കൊണ്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പകരമായിട്ട് ഇപ്പം നമ്മൾ IITകളിൽ അഡ്മിഷൻ കൊടുത്ത് ഇത്രയും പൈസ ചിലവാക്കി ഈ ഗ്രാജുവേറ്റ്സിനെ എല്ലാം നമ്മൾ മിടുക്കരായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പം IIT പഠിച്ചവരാരും എല്ലാവരും ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യണമെന്നും അവരാരും വിദേശത്ത് പോകാൻ പാടില്ല എന്ന് നമുക്ക് റൂൾ വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ഒരു വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന ഒരു കാര്യമാണ്. അറിവ് ആർജിക്കാനായിട്ട് നമുക്ക് അന്യരാജ്യങ്ങളിൽ പോകുന്നതിനും ഒന്നും നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഒരു പ്രൈവറ്റ് എൻ്റർപ്രീനർഷിപ്പ് തുടങ്ങാനോ ഒരു ഗവൺമെൻറ് ജോലിയിൽ നിന്ന് പ്രൈവറ്റ് ഏജൻസിയിലേക്ക് നമ്മൾ പോകാനോ ഉള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം ഒരു രാജ്യത്ത് കൊടുത്തേ പറ്റൂ. ഇപ്പോൾ ISROയുടെയും മറ്റും ഇതിൻ്റെ അവസാന വാക്കെന്ന് പറയുന്ന ISROയും സ്പേസ് കമ്മീഷനുമായിരുന്നു, ബഹിരാകാശ കമ്മീഷൻ. അതിൻ്റെ ഇടയിൽ ഇൻസ്പേസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് എന്തിനാണ്? ഇതിന് മുമ്പും ആൻഡ്രിക്സ് എന്ന് പറഞ്ഞിട്ട് അന്തരീക്ഷം, ആൻഡ്രിക്സ് എന്നൊരു സ്ഥാപനം അന്നും ഉണ്ടായിരുന്നു. അതായത് വിവാദങ്ങളിൽ പെട്ടായിരുന്നു. അത് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. ആൻഡ്രിക്സ് വഴിയായിരുന്നു ഈ ലിങ്ക് പ്രൈവറ്റ് ഏജൻസിയുടെ കോൺട്രിബ്യൂഷൻസുമായിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ മുതലായ കാര്യങ്ങൾ ആൻഡ്രിക്സാണ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രിക്സ് നിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പുതുതായിട്ട് ഇൻസ്പേസിൻ്റെ തുടങ്ങിയിട്ടുള്ളത്. അത് ഗവൺമെൻറ് ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രധാന കാര്യം ഈ ISROയുടെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും റൂൾസും വെച്ചിട്ട്
മാത്രമല്ലാണ്ട് ഇൻസ്പേസ് എന്ന് പറയുന്ന ഏജൻസിക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ടുള്ള കുറേ റൂൾസ് വെച്ച് പ്രൈവറ്റ് ഏജൻസീസിനെ എൻകറേജ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കീമാണ് ഗവൺമെൻറ് ഉണ്ടായത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമേഴ്ഷ്യൽ ഫ്ലൈറ്റ്, നമ്മുടെ PSLVയിൽ നിന്ന് എത്രയോ കമേഴ്ഷ്യൽ ഫ്ലൈറ്റ് പോയി നമ്മൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ആ ഡീലുകളെല്ലാം ചെയ്യുന്നത് ഇൻസ്പേസ് വെച്ചിട്ടുള്ളതായിരുന്നു. ശാസ്ത്രജ്ഞർക്ക് പകരം ഡൽഹി കേന്ദ്ര സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കാര്യം തീരുമാനിക്കുന്ന ലെവലിലേക്ക് വന്നോ? അല്ല, സാധാരണ ഞാനവിടെ ഇരുന്ന കാലഘട്ടം മുഴുക്ക സ്പേസ് കമ്മീഷനാണ് അൾട്ടിമേറ്റ്. സ്പേസ് കമ്മീഷൻ എന്ന് പറയുന്ന ബോഡിയാണ് ആ ISROയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അന്തിമ തീരുമാനമെടുക്കുന്നത്. അതിൽ സെക്രട്ടറിമാരുണ്ട്, സീനിയറായിട്ടുള്ള IAS ഓഫീസേഴ്സുണ്ട്, അവരുടെ ഫിനാൻസിൽ നിന്നും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നൊക്കെയുള്ള IAS ഓഫീസേഴ്സുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ ചെയർമാൻ ISRO, സെക്രട്ടറി DOS, ചെയർമാൻ ISRO ആയിരിക്കും സ്പേസ് കമ്മീഷൻ്റെ ചെയർമാൻ. ISRO ചെയർമാനും ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി ഒരാൾ അദ്ദേഹമായിരിക്കും സ്പേസ് കമ്മീഷൻ്റെ ചെയർമാൻ. അതായിരുന്നു. അതിന് ഇപ്പം അതിന് ഡൈല്യൂഷൻ വന്നിട്ടുണ്ടോ എന്ന് ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. പക്ഷേ അത് ഏറ്റവും മെച്ചപ്പെട്ട മികച്ച ISROയുടെ പുരോഗമനത്തിനും നല്ല സ്ട്രെങ്തായിട്ട് വളരാനും ഈ സ്പേസ് കമ്മീഷൻ്റെ അൾട്ടിമേറ്റ് പവർ വളരെ ഉപയോഗപ്പെടുത്തിയ രീതിയിൽ പണ്ടുണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. ആ സംവിധാനം നിലനിർത്തണം, പൊളിച്ചടക്കി. ആ സംവിധാനം നിലനിൽക്കേണ്ടതാണ്. ആ സംവിധാനം നിലനിന്നില്ലെങ്കിൽ ഉള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രോയ്ക്ക് ഒരു മേധാവി ഉണ്ടാകുകയും ആ മേധാവിക്ക് പാരലായിട്ട് വേറൊരു മേധാവി വരികയും ചെയ്യുമ്പം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും, അധികാര തർക്കം വരും. അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. അത് ഗവൺമെൻറ് ചിലപ്പോൾ എല്ലായ്പ്പോഴും ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനവിടെ ഉണ്ടായിരുന്ന സമയം തൊട്ട് ഞാൻ ഈ ചെയർമാൻമാരുടെ നേരെ കീഴിൽ ഡയറക്ടർ, സെൻട്രൽ ഡയറക്ടർ എന്ന രീതിയിൽ വർക്ക് ചെയ്യുമ്പം ഓരോ ചെയർമാൻമാരും കൂടുതലും മാവുന്നാർ സാറിൻ്റെ കൂടെയും രാധാകൃഷ്ണൻ സാറിൻ്റെ കൂടെയും കുറച്ച് നാൾ കിരൺ കുമാർ സാറിൻ്റെ കൂടെയും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നവർ പറയാണ് അവരുടെ റിലേഷൻ, എക്സലൻ്റ് റിലേഷൻ വിത്ത് പ്രൈം മിനിസ്റ്ററാണ്. അത് മൻമോഹൻ സിംഗ് സാർ ഇരുന്ന സമയത്തും ഉണ്ടായിരുന്നു, മാവുന്നാർ സാറിൻ്റെ സമയത്ത്, മോദി സാഹിബ് വന്ന സമയത്തും. ആ പ്രൈം മിനിസ്റ്ററുടെ സപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, നമ്മൾ പറയുന്നത് PMO എന്നാണ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. അവിടെ ഒരു മിനിസ്റ്റർ കാണും, മിനിസ്റ്റർ ഇതിൻ്റെ ലിങ്കായിട്ട് പ്രവർത്തിക്കും. ഇതിനൊന്നും ഒരു അപ്രൂവലിന് യാതൊരുവിധ ഡിലേ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു ലോഞ്ചിങ് എപ്പോൾ വേണമെന്ന് ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി MRR, FRR എന്ന് പറഞ്ഞ ഡിഫറൻറ്റ് റിവ്യൂ കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ലോഞ്ച് ഓതറൈസേഷൻ ബോർഡിൻ്റെ ഡിസ്കഷന് വന്ന് ലോഞ്ച് ഓതറൈസേഷൻ ബോർഡാണ് ഡേറ്റ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ 7 റോക്കറ്റുകൾ വിക്ഷേപണം സജ്ജമായിട്ടിരിക്കുകയാണ്. 7 റോക്കറ്റുകൾ ഉണ്ടോ എന്ന് ഉള്ളതിൻ്റെ അറിയില്ല. കാരണം അതിലിപ്പോൾ SSLV എന്ന് പറയുന്ന സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന് ഈ നമ്മുടെ ഫെയിലായിട്ടുള്ള 3rd സ്റ്റേജ് റോക്കറ്റിൻ്റെ ഒരേപോലൊരു സ്റ്റേജ് അതിനുമുണ്ട്. ആ വെഹിക്കിൾ എല്ലാം കൊണ്ടും 1-2 വെഹിക്കിൾ റെഡിയാണെന്ന് വെച്ചോളൂ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ റെഡിയായിട്ട്. പക്ഷേ ഈ സ്റ്റേജിൽ വരുന്ന കറക്ഷൻ അതിനും ബാധകമാണ്. അന്നേരം ഒരു എന്താ പറയുന്ന ഒരു ഡിപ്പെൻഡൻ്റ് ആണ്, ആശയക്കുഴപ്പവും. പക്ഷേ അത് GSLVക്ക് ഇല്ല, Mark 3ക്കും ഇല്ല. GSLVക്കും Mark 3ക്കും ഈ ഫെയില്യൂറുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അല്ല, വിക്ഷേപണത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട ISRO അല്ലേ? അതോ സാധാരണഗതിയിൽ മുൻപെല്ലാം വിക്ഷേപണത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ലോഞ്ച് ഓതറൈസേഷൻ ബോർഡ് കൺസിസ്റ്റിംഗ് എല്ലാ ചെയർമാനും എല്ലാ സെൻട്രൽ ഡയറക്ടേഴ്സും കൂടിയിട്ടുള്ള ഒരു ബോഡിയാണ്. അതിൻ്റെ ആ ലോഞ്ച് ഓതറൈസേഷൻ ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ടയിലെ ഡയറക്ടറായിരിക്കും. ആ ബോർഡാണ് എടുക്കുന്നത്. ആ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇന്നാണ് ഡേറ്റ് എന്ന്. അല്ലാണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡേറ്റ് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് ഒരു ഡേറ്റ് എടുക്കുകയല്ല. ആ സാഹചര്യം മാറി വരികയാണ്. അത് ശരിയല്ല. അങ്ങനെ ഒരു സാഹചര്യം മാറുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. അത് ഇസ്രോയ്ക്ക് ഹാനികരമായിട്ട് വരും. ഇതിനെല്ലാം നമ്മൾ ഈ തീരുമാനങ്ങളെല്ലാം എടുത്തതിന് ശേഷം ആ ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്സിൻ്റെ കൂടെ പോകേണ്ടത് ഒരു നല്ല തീരുമാനമല്ല. ഇപ്പോൾ പരാജയത്തെ തുടർന്ന് അടുത്ത വിക്ഷേപണം ജൂണിലെന്ന് പറഞ്ഞ് ഇപ്പോൾ പറയുന്നത് സെപ്റ്റംബർ എന്ന് പറയുന്നു, ഒക്ടോബർ എന്ന് പറയുന്നു. ഇപ്പോഴും ഒരു ആത്മവിശ്വാസ കുറവ് ISROയ്ക്കുണ്ടോ? ഇല്ല, ആത്മവിശ്വാസക്കുറവ് ഈ PSLV വെഹിക്കിളിൽ ഈ കറക്റ്റീവായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെങ്കിൽ ആ പരാജയത്തിൻ്റെ കാരണം കൃത്യമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിദഗ്ധർക്കും മനസ്സിലായിട്ടുണ്ട്. അതിന് പരിഹാരം സജസ്റ്റ് ചെയ്ത പരിഹാരവും ചെയ്തിട്ടുണ്ട്.
പരിഹാരം കണ്ടിട്ടുള്ള കമ്പോണൻസും റെഡി ആയിട്ടുണ്ട്. ഒരു ക്ലിയറൻസ് ചെയ്യണം. ഒരു ക്ലിയറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരാജയം വരുമ്പം പിന്നെ ഈ ക്ലിയറൻസ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരായ പലർക്കും പേടി. യെസ്, ഐ ആം ടെലിങ് റീതിങ്കിങ്. ഞാൻ പറയില്ലേ, നമ്മളെന്താ പറയും, തീക്കള്ളിയുണ്ട് അടിയുണ്ട് പൂച്ചയ്ക്ക് മിന്നാമിങ്ങിനെ കാണുമ്പം പേടി വരും. അതുപോലെ വെദർ വി ആർ കറക്റ്റ്, ഈസ് ദർ എനിത്തിങ് എൽസ് എന്നുള്ള തോന്നൽ വരും. അത് ഒരുപാട് നമ്മൾ അങ്ങ് വലുതാക്കരുത്. കാരണം റോക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അൾട്ടിമേറ്റ്ലി ദർ ഈസ് ആൻ എലിമെൻ്റ് ഓഫ് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വമുണ്ട്. നമ്മൾ ഈ ഒരു ലോഞ്ചിങ് എന്ന് പറയുന്നത് 100% എല്ലാം ശരിയായെന്നുള്ള ഇതിൽ നമുക്കൊരിക്കലും അത്ര കോംപ്ലക്സിറ്റി ഉള്ളതാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നാര് പോലെയുള്ള ഒരു കണക്ഷൻ ലൂസാകുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത് സിസ്റ്റം മുഴുക്ക ഫെയിലാകും. പക്ഷേ സാർ ഈ പറയുന്ന ഈ ഒരു സംശയത്തിൻ്റെ അല്ലെ ഒരു എന്താ പറയുന്ന ഒരു പേടി ഇതൊക്കെ ഉള്ളപ്പോഴും ഒരു സ്വകാര്യ സംരംഭം വളരെ വിജയകരമായി അവരുടെ റോക്കറ്റ് വിക്ഷേപിച്ചു. അതിന് ISRO എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തു. അന്നേരം ഈ ഡൗട്ട് കൂടി വരുന്നതിനുള്ള കാരണങ്ങൾ അതൊക്കെയല്ലേ? സ്വകാര്യ സംരംഭങ്ങൾക്ക് ഈ ISROയുടെ പ്രവർത്തനങ്ങളെ ക്ലിയറൻസ് കൊടുക്കാണ്ട് ഈ 5-6-7 മാസത്തോളം അത് ഡിലേ ആയി കഴിഞ്ഞ സമയത്ത് ഒരു സ്വകാര്യ ഏജൻസിയുടെ ഒരു ലോഞ്ചിങ്ങിന് വേണ്ടി അവരുടെ റോക്കറ്റിന് വേണ്ടി ഒരു ക്ലിയറൻസ് കൊടുത്തത് രാജേഷ് പറഞ്ഞ കണക്ക് തന്നെ ISROയിൽ പൊതുവേ വർക്ക് ചെയ്യുന്നവർക്കും അഭ്യുദയകാംക്ഷികളായുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ അലോസരം ഉണ്ടായ ഒരു സംഭവമാണ്. അതിൽ സംശയമില്ലാത്തതാണ്. പക്ഷേ അവരുടെ ലോഞ്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രയൽ ടെസ്റ്റാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്കൈറൂട്ടിൻ്റെ ആ ലോഞ്ചിങ് എന്ന് പറയുന്നത് സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി അത് ഒരു പ്രൂവൺ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രൂവൺ അല്ലാത്തപ്പോൾ നമുക്ക് കൊച്ചു പാളിച്ചകൾ വന്നാലും ഒരു ഫെയിലിയർ വന്നാലും ചില സിസ്റ്റം വർക്ക് ചെയ്തില്ലെങ്കിലും ഒക്കെ സാരമില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ GSLV Mark 3 വിടുന്ന പോലെ അത്ര സീരിയസ് അല്ല. പക്ഷേ ആ വിജയത്തോടുകൂടി അവരുടെ ഓഹരി നിക്ഷേപം വൻതോതിൽ കോടികളായിട്ട് മാറി. അത് ബിസിനസ് വേൾഡിൽ കമേഴ്ഷ്യലായിട്ടുള്ള ആളുകളിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ കൂടിയും പണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതായത് വെൽത്ത് ഹോൾഡ് ചെയ്യണം. പണത്തിൻ്റെ പങ്ക് ഏതെങ്കിലും രീതിയിൽ പറ്റുന്ന കുറേ ആൾക്കാർ ഈ ഒരു അട്ടിമറിക്ക് പിന്നിലില്ലേന്നാണ്. അങ്ങനെയൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിൻ്റെതായ തെളിവ് വേണ്ടേ? ഇപ്പം തന്നെ ഈ ഇത്തവണത്തെ പാർലമെൻ്ററി സമിതി റിപ്പോർട്ടിൽ സാർ ഈ പറഞ്ഞ ടെക്നോളജി ട്രാൻസ്ഫർ 6000 രൂപയ്ക്ക് വരെ ISROയിൽ നിന്ന് ചില ഉപകരണങ്ങൾ വിറ്റിട്ടുണ്ട്. അത്ര സില്ലിയായിട്ടുള്ള ഇതാണോ? അതിനെക്കുറിച്ച് വളരെ വിദഗ്ധർ വിമർശിക്കുന്നത് അത് ലക്ഷങ്ങൾ കോടികളും വിലമതിക്കുന്നത് തുച്ഛമായ തുകയ്ക്ക് വിറ്റഴിച്ചത്. അത് എക്സാജറേറ്റ് ചെയ്ത കാര്യങ്ങളാണ് രാജേഷ്. സാധാരണ നമ്മൾ പണ്ട് ടെക്നോളജി ട്രാൻസ്ഫർ എന്നുള്ള ആ ഒരു മെത്തേഡിന് ISRO എല്ലാ സെൻറ്ററുകൾക്കും എൻകറേജ് ചെയ്യും. ഒരു ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം അത് ഇസ്രോയുടെ ആക്ടിവിറ്റീസിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതും സ്പിൻ ഓഫായിട്ട് മറ്റ് സൊസൈറ്റിയിൽ ആവശ്യപ്പെട്ട പല കാര്യങ്ങൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിൽ അങ്ങനെ 2 തരത്തിലും വരും. ഉദാഹരണത്തിൽ നമ്മൾ ഈ റോക്കറ്റിൻ്റെ ചൂടുള്ള സ്ഥലങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോട്ട് ചെയ്യുന്ന ചില പെയിൻറ്റുകൾ, ചില ഷീൽഡുകൾ, തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റംസൊക്കെ റോക്കറ്റിന് മാത്രമല്ല വേറെ തീ പിടിക്കാൻ സാധ്യതയുള്ള എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഫയർ ഫൈറ്റിങ്ങിന് എക്സ്റ്റിങ്വിഷ് ചെയ്യാനുള്ള പൗഡറുകളുള്ള സാധനങ്ങൾ അതും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ റോക്കറ്റ് കമ്പോണൻസും ഇലക്ട്രോണിക് കമ്പോണൻസും ഒക്കെ തമ്മിൽ ചേർത്ത് ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പശ പോലെ അഡ്ഹസീവ്സ് എന്ന് പറയും. ആ അഡ്ഹസീവ്സ് പല പ്രോപ്പർട്ടിയുള്ള പലതരത്തിലുള്ള അഡ്ഹസീവ്സ് ഉണ്ട്. അത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമുക്ക് അഡ്ഹസീവ്സ് ഉപയോഗിക്കാൻ പറ്റും. സിലിക്കോൺ അഡ്ഹസീവ്സ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ക്ലിയറായിട്ട് പ്രൈവറ്റ് ഏജൻസീസിനും കൂടി ഷെയർ ചെയ്തിട്ട് അവരത് കുറഞ്ഞ ചിലവിൽ ഡെവലപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിലിറക്കി പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതിന് ചാർജ് ചെയ്യുന്ന ആ ഫീ സാധാരണഗതിയിൽ ഇസ്രോ വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് പാർലമെന്ററി സമിതി അതിനെ വിമർശിച്ചിട്ടുണ്ട്. അത്രയും കറക്റ്റ്. പക്ഷേ അതൊരു വലിയ പാതകമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ദാറ്റ് വി ആർ എൻകറേജിങ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്രദമുള്ള സാധനങ്ങൾ നമ്മൾ സിസ്റ്റംസ് കമ്പോണൻസും ഉൽപ്പന്നങ്ങളും ഡെവലപ്പ് ചെയ്യുമ്പം അത് റോക്കറ്റിന് മാത്രമല്ല സൊസൈറ്റിക്കും കൂടെ ഉപയോഗം വരണം എന്നുള്ള നല്ല ബോധത്തിൽ ചെയ്യുന്ന കാര്യമാണ്. അത് ആ റേറ്റ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ല.
ഇപ്പോൾ സാറ് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ചുമതല VSSC ഡയറക്ടർ അടക്കം സുപ്രധാന പദവികൾ വഹിച്ചു. സ്വാഭാവികമായിട്ടും സാറ് ചെയർമാനായി വരുമെന്ന് അന്ന് പലരും പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഈ ഒരു സ്വകാര്യവൽക്കരണത്തെയൊക്കെ എതിർക്കുകയും ചെയ്തുകൊണ്ട് ആ പദവിയിലേക്ക് എത്താതെ പോയാണെന്ന് പറയുന്നു. ഞാൻ ചെയർമാൻ ആകണമെന്ന് മോഹിച്ചിട്ടുമില്ല, ചെയർമാൻ ആകാത്തതിലോട്ട് സങ്കടവുമില്ല. അത് വ്യക്തിപരമായ കാര്യം. ഈ പ്രൈവറ്റൈസേഷന് ബേസിക്കലി ഞാൻ എഗൻസ്റ്റ് അല്ല, പ്രൈവറ്റൈസേഷൻ എഗൻസ്റ്റ് അല്ല. പക്ഷേ പ്രൈവറ്റൈസേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇസ്രോയുടെ ജീവനക്കാരുടെ മുറയിൽ നമ്മളെപ്പോഴും നോക്കണം. ആ മുറയിലെന്ന് പറയുന്നത് അവർ ചെയ്യുന്ന വർക്കിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും അവർക്ക് തന്നെ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ പ്രൈവറ്റൈസേഷൻ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം രാപകൽ അധ്വാനിച്ച് ജീവിതം വരെ പല സുഖസൗകര്യങ്ങളും വേണ്ടാന്ന് വെച്ച് കുടുംബജീവിതം പോലും സാക്രിഫൈസ് ചെയ്തിട്ടാണ് ISROയിലെ ജീവനക്കാർ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് അവർക്ക് കിട്ടത്തക്ക രീതിയിൽ മാത്രമേ നമ്മൾ പ്രൈവറ്റ് ചെയ്യൂ. അറ്റ് ദ സെയിം ടൈം പ്രൈവറ്റ് ഏജൻസീസിന് തക്കതായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ നിലനിൽക്കില്ല, അവർ സസ്റ്റെയിൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മൾ കുറേ കൂടെ ഫ്ലെക്സിബിളാക്കി കൊടുത്തേ പറ്റൂ. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പം നമ്മുടെ സ്റ്റേറ്റിലെ കാര്യം ഞാൻ പറയട്ടെ. എത്രയോ കോൺട്രാക്ടേഴ്സ് കുത്തുപാളയെടുത്ത് പോയിട്ടുണ്ട്. കാരണം നമ്മൾ ടെൻഡർ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ പൈസ പോകാൻ പാടില്ലെന്നും കോൺട്രാക്ടറുടെ കുറ്റം കൊണ്ട് എല്ലാം നശിച്ചു പോകത്തക്ക രീതിയിലാണ്. അപ്പോഴെന്ത് ചെയ്യും? പലർക്കും ബില്ല് പാസ്സായി കിട്ടില്ല, സമയത്ത് പൈസ കിട്ടില്ല, കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ നടക്കുകയും ഓടയുടെ പണിയൊക്കെ ചെയ്യുന്നവർക്ക് പറയും. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺട്രാക്ടേഴ്സ്, കരാർ ജീവനക്കാർ നിലനിൽക്കില്ല. നമ്മൾ റൂൾസും ഫ്രെയിംസും ഉണ്ടാക്കുമ്പോൾ മാനുഷികമായിട്ട് അവരും നിലനിൽക്കണം എന്നുള്ള ഒരു കണ്ടീഷനിലേ നമ്മൾ റൂൾസ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഈ ഇസ്രോയുടെ ചരിത്രത്തിൽ പ്രൈവറ്റ് ഏജൻസീസ് വെച്ചിട്ട് ഒരുപാട് കോൺട്രാക്റ്റ് ഉണ്ട്. ഈ ഞാൻ എന്നാലും അത് ഇസ്രോയുടെ ഒരു അതീശത്തെ ബാധിക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം മുൻ ചെയർമാൻ സോംനാഥും അദ്ദേഹം പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെയർമാൻ പദവിയിൽ നിന്നുള്ള എക്സിറ്റ്. അതാരും പ്രതീക്ഷിച്ചതല്ല. അതും ഇതേ കാരണങ്ങളാലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം കഴിഞ്ഞു, 63+ മറ്റായി. പക്ഷേ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ കാലഘട്ടത്തിലുള്ള ഇസ്രോയുടെ ആക്ടിവിറ്റീസും വിജയങ്ങളും ആ വളർച്ചയുടെ ട്രെൻഡും വെച്ച് നോക്കുമ്പം സോംനാഥ് തീർച്ചയായിട്ടും ഒരു ടേം കൂടി ചെയർമാനായിട്ടിരിക്കും എന്ന് നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് പെട്ടെന്നൊരു വിപരീതമായിട്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം ഉണ്ടായത്. പക്ഷേ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് 4 വർഷം എക്സ്റ്റൻഷൻ കിട്ടി. ഞാൻ 64-ലാണ് റിട്ടയർ ചെയ്തത്. അന്ന് മിക്കവാറും സെൻട്രൽ ഡയറക്ടർ, എല്ലാ സെൻട്രൽ ഡയറക്ടേഴ്സിനും 2, 3, 4 മാക്സിമം വരെ കിട്ടിയിട്ടുള്ള എക്സ്റ്റൻഷനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൊടുത്തിട്ടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് എക്സ്ട്രീം കേസുകളിൽ മാത്രം, അതായത് തൊട്ടടുത്ത് വളർന്നു വരുന്ന ആൾക്കാരിൽ കാലിബർ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരാളിന് എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ വളർന്നു വരുന്ന ആൾക്കാർക്ക് അതൊരു മോഹഭംഗം ഉണ്ടാക്കുമെന്ന് ഗവൺമെൻറ്റിൻ്റെ പോളിസി ആയിരിക്കും. അല്ല, ഇപ്പോൾ ഈ സാറ് അടക്കം പ്രതീക്ഷിച്ച ഒരു സംഭവമാണ് നടക്കാതെ പോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ISROയെ തളർത്തിയിട്ട് ഒരു ഇലോൺ മസ്കിനെ സൃഷ്ടിക്കാനാണോ കേന്ദ്രം ശ്രമിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എലോൺ മസ്കിനെ സൃഷ്ടിച്ചാൽ മോശം പറയാൻ പറ്റില്ലല്ലോ. മോശമല്ല. ഇപ്പോൾ എലോൺ മസ്കിനെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് അമേരിക്കക്കാരും നാസക്കാരും ആരും മോശമായി പോയിട്ടില്ല. വളരെ ഫ്ലറിഷ് ചെയ്ത് നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഈ ഹാസ് ബിക്കം വെരി റിച്ച് ആൻഡ് റിച്ച്. അപ്പോൾ എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി ഇപ്പം സ്പേസ് എക്സ് മാത്രമല്ല, ഇലക്ട്രിക് വെഹിക്കിളിലൊക്കെ അദ്ദേഹം എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു, മാർക്കറ്റ് പിടിച്ചു. ആ ഒരു സാഹചര്യമല്ല ഇപ്പം നാസയുടെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇസ്രോ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? അങ്ങനെ ചെയ്യണമെന്നില്ല. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് ഇസ്രോയുടെ ഭാവി? ഇപ്പോഴത്തെ ഒരു ആശയക്കുഴപ്പം മാറാൻ എന്ത് ചെയ്യണം? ഇസ്രോയുടെ ഭാവിക്ക് ഒരു വലിയ പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഇതൊരു വളരെ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു ഡിലേ ആൻഡ് ഫിനോമിനയാണ്. ഈ വളരെ പ്രൂവണായിട്ടുള്ള ഡിസൈൻ പെർഫെക്റ്റ്ലി പ്രൂവൺ ചെയ്ത് എത്രയോ 30, 35, 40 ലോഞ്ചിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വിജയിച്ച ഒരു ലോഞ്ച് വെഹിക്കിളിൽ വന്ന ഏതോ ഒരു സബ്സിസ്റ്റത്തിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പ്രോബ്ലമോ മറ്റേതെങ്കിലും ഒരു ഡിവൈസസിൻ്റെ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള ഗുണം കൊണ്ടോ
സംഭവിച്ച ഒരു തകരാറാണ്. ആ തകരാറ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എക്സ്പെർട്സ് എല്ലാം നോക്കി മനസ്സിലാക്കി അത് പരിഹരിച്ച് പെട്ടെന്ന് തിരിച്ചു വരും. ഈ പരിഹാരം വെച്ചുണ്ടാക്കിയ ലോഞ്ച് വെഹിക്കിൾ എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്ത് PSLV വെഹിക്കിൾ പഴയ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരും ഗഗൻയാനൊക്കെ ഉടനെ ഉണ്ടാകും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഒരു എന്താ പറയുന്നത്, ഒരു താൽക്കാലികമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു ഡിലേ ആണ്. ആ ഡിസിഷൻ മേക്കിങ്ങിൽ ഗവൺമെൻറ് ഏജൻസി ഇൻവോൾവ് ആയപ്പോഴാണ് പ്രശ്നം വന്നത്. അതിനു മുമ്പ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് 100% ഇസ്രോയുടെ സ്വാതന്ത്ര്യമായിരുന്നു. ഇപ്പോൾ അതിലൊരു ഗവൺമെൻറ് റോളുണ്ട്. അത് ഗവൺമെൻറ് റോളെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ന്യായീകരണങ്ങൾ ഗവൺമെൻറ്റിന് കാണും. പക്ഷേ എൻ്റെ പൂർണ്ണ വിശ്വാസം ഇതൊന്നും പ്രധാനമന്ത്രിയുടെ അറിവിൽപ്പെട്ടതായിരിക്കില്ല. കാരണം 2014 അദ്ദേഹം ചാർജ് എടുത്ത 6 മാസത്തിനകം ഞാൻ സർവീസിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ശ്രീഹരിക്കോട്ട വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ മുഴുക്ക അദ്ദേഹത്തെ കൊണ്ടു നടന്ന് ഫെസിലിറ്റി എല്ലാം കാണിച്ചത് ഞാനാണ്. കാരണം ഹിന്ദി സംസാരിക്കാൻ അറിയുന്ന ആളെന്നുള്ള രീതിയിൽ രാധാകൃഷ്ണൻ സാർ എന്നെയാണ് അതിന് ഡിവോട്ട് ചെയ്തത്. ആ മനുഷ്യൻ്റെ പാഷൻ, മനസ്സിനകത്തുള്ള പാഷനും ഈ വർക്കുകളും ഇസ്രോ എന്നുള്ള സ്ഥാപനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ആ ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വകാര്യമായിട്ടുള്ള അഭിമാനം ആ രീതിയിൽ ഓരോ വാക്കിലുമുണ്ട്. രാജേഷ് മനസ്സിലാക്കണം, നമ്മുടെ ISROയുടെ സ്ഥാപനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. പക്ഷേ ISROയുടെ സ്ഥാപനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് നേടിയത് അഹമ്മദാബാദിലെ യൂണിറ്റാണ്. അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് നമുക്കൊക്കെ അത്ഭുതം തോന്നും. ഇവിടെ VSSCയിലൊക്കെ ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് അതൊരു പ്രശ്നമല്ല. അവിടെ ഒരു വിജയം വന്ന ഒരു ലോഞ്ചിങ് സക്സസ്ഫുൾ ആയാൽ മോഡി സാഹിബ് അവിടെയുള്ള സ്റ്റാഫിന് കംപ്ലീറ്റ് വിളിച്ച് ലഞ്ച് കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യും. അന്നേരം സാറ് പറഞ്ഞു വരുന്നത് പ്രധാനമന്ത്രി അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ്. ഈ ISR മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് കേട്ടില്ലേ? ഗോ ആൻഡ് ലേൺ ഫ്രം ഇസ്രോ എന്നാണ്. ബാക്കിയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പറയുന്നത് ഗോ ആൻഡ് ലേൺ ഫ്രം ഇസ്രോ ഹൗ ടു റൺ എ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. പുള്ളി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പഠിക്കണമെന്ന്. അതുകൊണ്ട് ഈ ഇസ്രോയുടെ അഭിമാനവും ഇസ്രോയുടെ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യവും നശിപ്പിക്കത്തക്ക രീതിയിലോ അത് കുറവ് വരുത്തക്ക രീതിയിലോ പ്രധാനമന്ത്രി മോഡി സാഹിബ് ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് സാർ പ്രതീക്ഷിക്കുന്നത്. ഇടപെടൽ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. അദ്ദേഹത്തിനെ നേരിട്ട് ഈ കാര്യം ബോധിപ്പിച്ച് മനസ്സിലാക്കി ഇത്രയും ഒരു തീരുമാനത്തിൽ ഇത്രയും ഒരു ഡിലേ വന്നിരിക്കുന്നെന്നും ജീവനക്കാർ പൊതുവേ അതിൽ അസന്തുഷ്ടരാണെന്നും അവരുടെ മനോവീര്യം തകർക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നടന്നിട്ടിരിക്കുന്നതെന്നുള്ളത് അദ്ദേഹം അറിയണം. അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അദ്ദേഹത്തിന് നേരിട്ട് കണ്ടും സംസാരിച്ചുമുള്ള ആ പരിചയവും അറിവും വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പരിഹാരം ഉണ്ടാകട്ടെ. ISRO അതിൻ്റെ SS വീണ്ടും മടങ്ങിയെത്തട്ടെ. താങ്ക് യു. നമസ്കാരം. നമസ്കാരം.